ന്യൂനപക്ഷ വിഭാഗത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരും അവരുടെ അഭിപ്രായത്തെ, അവരുടെ ബി ജെ പിയോടുള്ള സ്നേഹത്തെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. വെറും കാണികളാക്കി ഇരുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായത്തെ ഒന്നും മാനിക്കാത്ത ഒരു സമീപനമാണ് ആലപ്പുഴയിലെ ഈ പുതിയ CPM നേതൃത്വം. പുന്നപ്രയും വയലാറും അങ്ങനെ ഇടതിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഉറങ്ങുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും മികച്ച മുന്നേറ്റമാണ് BJPക്ക് ശോഭാ സുരേന്ദ്രനിലൂടെ നേടുവാൻ സാധിച്ചത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആലപ്പുഴയിൽ നേതൃത്വം നൽകിയ BJPയുടെ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായി മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം മികച്ച മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ആലപ്പുഴയിലും അത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു വ്യക്തിപ്രഭ മാത്രമായിരുന്നു കാരണം, അല്ലാതെ മറ്റെന്തെങ്കിലും ഘടകങ്ങളുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമീപനവും അവരോട് ജനങ്ങൾക്കുള്ള താല്പര്യവും ഒക്കെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയോട് നരേന്ദ്രമോദിയുടെ നയസമീപനങ്ങളോട് വളരെ അടുത്തേക്ക് ആലപ്പുഴയിലെ ജനങ്ങൾ എത്തുന്നു എന്ന ഒരു സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആലപ്പുഴയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. കാരണം 40,000-ത്തിനടുത്ത് വോട്ടിൽ നിന്ന് 1,87,000 വോട്ടിലേക്ക് BJP വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ 1,87,000 എന്ന വോട്ടിൽ നിന്ന് 3 ലക്ഷത്തിലേക്ക്, യഥാർത്ഥത്തിൽ ഒരു 10 മെഷീൻ എണ്ണാനുണ്ട്, വോട്ടിംഗ് EVM എണ്ണാനുണ്ട്. അതുകൊണ്ട് 3 ലക്ഷത്തിനപ്പുറത്ത് നമ്മുടെ വോട്ടുണ്ട്. അപ്പോൾ ആ 3 ലക്ഷത്തിനടുത്തേക്ക് BJP എത്തിച്ചത് 2 ഘടകങ്ങളും അതിൽ പ്രധാനം തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയോട്, ദേശീയ ജനാധിപത്യ സഖ്യത്തോട് ആലപ്പുഴയിലെ ജനങ്ങൾ അടുക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. ഇതിനു മുമ്പ് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പിലും BJP വാർഡിൽ നടന്ന 2 ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഒക്കെ BJP ജയിക്കുകയുണ്ടായി. ആ തരത്തിൽ ഒരു മുന്നേറ്റം അത് തുടരുക തന്നെ ചെയ്യും. അതിന് വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈ ആലപ്പുഴയിലെ വിജയത്തിനേക്കാൾ ഏറ്റവും പ്രധാനം ഇടതുപക്ഷ കോട്ടകളിലാണ് കൂടുതലും BJP മേൽക്കൈ നേടിയിട്ടുള്ളത്. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനമായിട്ടുള്ളത് ഇടതുപക്ഷ ആലപ്പുഴയിലെ CPM നേതാക്കന്മാർ, കേരളത്തിലെല്ലായിടത്തും അവരങ്ങനെയാണെങ്കിലും ആലപ്പുഴ കുറച്ച് കൂടുതലാണ്. CPM നേതൃത്വം തീവ്രവാദ ശക്തികളോട് സന്ധി ചെയ്യുകയും അവരെ സഹായിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, G സുധാകരനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ വെറും കാണികളാക്കി ഇരുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായത്തെ ഒന്നും മാനിക്കാത്ത ഒരു സമീപനമാണ് ആലപ്പുഴയിലെ ഈ പുതിയ CPM നേതൃത്വം. അതുപോലെ ലഹരി മാഫിയകളെ സംരക്ഷിക്കുന്ന സമീപനം, ഈ തീവ്രവാദ ശക്തികൾക്ക് എല്ലാവിധ, അതായത് ഒരു സമൂഹത്തെ തന്നെ അവർ തീവ്രവാദികളായിട്ടാണ് അവർ കാണുന്നത്. കാരണം അവർക്ക് വോട്ട് കിട്ടാൻ ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചാൽ, അവരോടൊപ്പം നിന്നാൽ ആ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടുമെന്ന് അവർ ധരിക്കുകയാണ്. അങ്ങനെ തീവ്രവാദ ശക്തികളോടൊപ്പം അവർ ചേർന്ന് നിന്നു. അതേപോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് കയർ വ്യവസായ മേഖല, തൊഴിലാളികൾ എത്രയോ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് കയർ മേഖല. അതുപോലെ ചെമ്മീൻ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി തൊഴിലാളികൾ പണിയെടുക്കുന്ന കാർഷിക മേഖല, കുട്ടനാട് അടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ വലിയ കാർഷിക മേഖല, വ്യാവസായിക മേഖല, ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള തകർച്ച. അതുപോലെ തീരദേശത്തെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ നിരന്തരമായി കബളിപ്പിക്കുന്ന സമീപനമാണ് CPMൻ്റെ. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചു. ആലപ്പുഴയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഒരു ജില്ലയിലുള്ള മെഡിക്കൽ കോളേജിൽ ചികിത്സാ സംവിധാനം ഇല്ല. അവിടെ കൊണ്ടുവന്നാൽ മരിക്കുമെന്ന സാഹചര്യത്തിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയും അവഗണിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൽ നിന്നും മാറി വ്യതിചലിച്ചു. അവർക്കിപ്പോൾ പണക്കാരുടെയും ലഹരി മാഫിയയുടെയും തീവ്രവാദികളുടെ ഒക്കെ കൂട്ടാണ് ആവശ്യം. അപ്പോൾ ജനങ്ങൾ അവരെ വെറുത്തു. അവർ BJPയോടൊപ്പം, കാരണം ഒരു വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത് BJP വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. കേരളത്തിലും ഭാരതത്തിലും നടത്തുന്ന BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി, അദ്ദേഹം ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം MP ആയിരുന്ന അവസരത്തിൽ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് നല്ല ഊരുജലം തടയാൻ, ആലപ്പുഴയിലേക്ക് പുളിക്ക് ഈ അപ്പർ കുട്ടനാട് പ്രദേശത്ത് വരുന്ന ഊരുജലം തടയാൻ വേണ്ടി 4 കോടി രൂപയുടെ ഒരു പദ്ധതി അദ്ദേഹം അനുവദിച്ചിട്ട് നടപ്പിലാക്കിയില്ല.
ആലപ്പുഴയിലെ ഭരണ നേതൃത്വം നടപ്പിലാക്കില്ല. ആസൂത്രിതമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ പോലും ഇവിടെ നടപ്പിലാക്കാതിരിക്കുകയും അവർ ഈ ഈ ഈ പറയുന്ന തൊഴിലാളി മേഖലയെ അവഗണിക്കുകയും ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് അവരിൽ നിന്നും അകലുകയാണ് യഥാർത്ഥത്തിലുള്ള സാധാരണക്കാരായുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഈ CPM നമ്മൾ പറഞ്ഞല്ലോ പുന്നപ്പുറ വയലാറ് ഒരു കാലഘട്ടമാണ്. അന്നും ഇവരെ കബളിപ്പിച്ചിട്ടുണ്ട് CPM നേതൃത്വം ഈ സാധാരണക്കാരായിട്ടുള്ള CPM പ്രവർത്തകരെ കബളിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്രം. ഇപ്പോഴും അത് തുടരുകയാണ്. ആ കാലഘട്ടത്തിൽ ഈ പാർട്ടിയോടൊപ്പം നിന്ന സാധാരണക്കാർ CPMനോട് വിട പറയുകയാണ്. കോൺഗ്രസിനും അതേ സമയം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണിക്കും ഭീമമായിട്ടുള്ള വോട്ട് ചോർച്ചയുണ്ടായി. ആ വോട്ടെല്ലാം എത്തിച്ചേർന്നത് BJPയിലാണ്. അവർ വരാൻ പോകുന്ന ദിവസങ്ങളിൽ BJPയോടൊപ്പം തന്നെ നിൽക്കും. അവരിനി തിരിച്ചു പോകുന്ന ഒരു സംഭവമേ ഉണ്ടാകാൻ പോകുന്നത്. അതൊക്കെ വെറും CPMന് വ്യാമോഹമാണ്. ഈ പ്രാദേശികപരമായി പല വഴക്കുകൾ നടക്കുന്നൊരിടമാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷ പാളയങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ G. സുധാകരനെ രാഷ്ട്രീയപരമായി ഒതുക്കുവാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ള വാർത്തകളാണ്. അപ്പോൾ G. സുധാകരൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനുഗ്രഹിക്കുകയും ഒപ്പം G. സുധാകരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ G. സുധാകരന് BJPയിലേക്ക് ഒരു പ്രവേശനത്തിനുള്ള സാധ്യതയുണ്ടെങ്കിലും G. സുധാകരൻ BJP അനുഭാവം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് BJPയിലേക്ക് ചേർക്കാനുള്ള പദ്ധതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം അങ്ങനെ BJPക്ക് അനുകൂലമായിട്ടല്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം സത്യസന്ധമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സമീപനങ്ങളോടും കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്കറിയാം. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നുള്ളത് അദ്ദേഹം ഉന്നയിച്ചൊരു വിഷയമാണ്. അത് ആലപ്പുഴയിലെ CPMൻ്റെ ഒരു വിഭാഗം നടത്തിയിട്ടുള്ള ആ പാർട്ടിയിൽ നടത്തിയ ക്രിമിനൽ വൽക്കരണത്തെ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ പലപ്പോഴും ഇപ്പോൾ നരേന്ദ്രമോദിയെപ്പറ്റി അദ്ദേഹം ശക്തനായ ഭരണാധികാരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം യാഥാർത്ഥ്യ ബോധത്തോടെ ചില കാര്യങ്ങൾ പറയും. അതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ പ്രവർത്തനങ്ങളെ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്തോ ഒന്നും നടത്തുന്ന എല്ലാ നയങ്ങളോടൊന്നും BJPക്കും ഞങ്ങൾക്കൊന്നും യോജിപ്പില്ല. അത് ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നിരന്തരമായി ശക്തമായ സമരങ്ങളും പ്രക്ഷോഭം നയിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. ഇപ്പോൾ ആ തരത്തിലുള്ള ഒരു ചർച്ചകൾ നടക്കുന്നില്ല. അദ്ദേഹം എല്ലാവരോടും വളരെ മാന്യമായി ഇടപെടുകയും എല്ലാവരെയും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിന് ആ തരത്തിലൊന്നും പറയാൻ കഴിയില്ല. അതിനെപ്പറ്റി ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല. BJP സ്വാഗതം ചെയ്യുന്നുണ്ടോ G. സുധാകരനെ? അദ്ദേഹം എന്നല്ല, ഈ ഇടതുപക്ഷ കാപട്യത്തെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാപട്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആര് BJPയോട് അടുത്താലും അവരോട് സ്നേഹപൂർവ്വം അവരെ സ്വീകരിക്കാൻ BJP നേതൃത്വം തയ്യാറാണ്. അത് എത്രയോ ഉദാഹരണം കേരളത്തിലുണ്ട്. എത്രയോ ആളുകളുമായി ഞങ്ങളുടെ നേതൃത്വം തന്നെ പറഞ്ഞല്ലോ, BJP എത്രയോ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അവരെല്ലാം BJPയിൽ വരണമെന്നില്ല. പക്ഷേ വരാൻ തയ്യാറാകുന്നവരെ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ, കാരണം ഈ ഭാരതത്തെ തകർക്കാനുള്ള വൈദേശിക തീവ്രവാദ ശക്തികളുടെ ആ വലിയ പരിശ്രമം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഭാരതത്തിൽ കണ്ടതാണ്. അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരും എത്രയോ പേരാണ് BJPയിലേക്ക് വരുന്നത്. അവരുടെ അഭിപ്രായത്തെ, അവരുടെ BJPയോടുള്ള സ്നേഹത്തെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. ആ സമയത്ത് അവരുമായി ചർച്ച നടത്താനും അവരെ BJPയിൽ എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. പല പ്രധാനപ്പെട്ട കോൺഗ്രസിനൊപ്പം നിന്ന പല പ്രധാനപ്പെട്ട ആളുകളെയും BJPയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും പത്തനംതിട്ട ജില്ലയിലെ AK ആന്റണിയുടെ മകൻ അല്ലെങ്കിൽ K കരുണാകരൻ്റെ മകൾ, അത്തരത്തിലുള്ള ആളുകളെ മറ്റ് പാർട്ടികളിലെ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവരുമ്പോൾ സുരേഷ് ഗോപി പോലും ആദ്യം ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, പിന്നെ കോൺഗ്രസ് അനുഭാവിയാവുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രാദേശിക തലത്തിലെ പ്രഗത്ഭരായ BJP നേതാക്കന്മാർക്ക് ഇടം കിട്ടുന്നില്ല എന്നൊരു ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ BJPക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. അവരോട് എന്താണ് അഭിപ്രായം? അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള അഭിപ്രായമാണ്. BJPക്കുള്ളിൽ അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാവരെയും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. പുതിയ ആളുകൾ വന്നവരുണ്ട്. അവർക്ക് അർഹമായിട്ടുള്ള ചുമതലകൾ പാർട്ടിയിൽ തന്നെ ചുമതല കൊടുത്തില്ലേ? എത്രയോ പേർ BJPയിലേക്ക് പുതിയതായിട്ട് വന്നവർക്ക് പാർട്ടിയിൽ തന്നെ ചുമതല കൊടുത്തിട്ടുണ്ട്. അവരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരെ ആരെയും ഒഴിവാക്കി നിർത്തിയിട്ടില്ല. അത് അവരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ചും കൂടിയാണ് ആ കാര്യം ചെയ്യുന്നത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ആരെങ്കിലും തീരുമാനിക്കുന്നതല്ല. പാർട്ടിയുടെ സെൻട്രൽ ഘടകമാണ് ഇപ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അവർ നമ്മുടെ പാർട്ടിയുടെ കേരളത്തിലെ എല്ലാ നേതാക്കന്മാരുമായിട്ട്
തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായമൊക്കെ മാനിച്ച് തന്നെയാണ് ആ കാര്യങ്ങളെപ്പറ്റി ചെയ്യുന്നത്. പലരും കേരളത്തിലെ പല നേതാക്കന്മാരും ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തില്ല, ചിലരെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. കാരണം അത് ആവശ്യകതയാണ്. ചില പ്രദേശങ്ങളിൽ അവരുടെ സാന്നിധ്യം ആവശ്യകതയാണെന്ന് തോന്നിയാൽ അങ്ങനെ തീരുമാനിക്കും. അല്ലാതെ ആ തരത്തിലുള്ള ഒരു ചർച്ച ബി ജെ പിക്കകത്തില്ല, അങ്ങനെ ഒരു അഭിപ്രായമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പാർട്ടിയുടെ അതാത് ഫോറത്തിൽ ചർച്ച ചെയ്യാനൊന്നും ബി ജെ പിക്ക് ഒരു മടിയില്ല. ആ കാര്യങ്ങൾ തുറന്ന ചർച്ചയ്ക്കൊക്കെ ബി ജെ പി തയ്യാറാണ്. അതൊക്കെ നടത്താറുമുണ്ട്, പരിഹരിക്കാറുമുണ്ട്. എല്ലാ വിഷയങ്ങളും നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ രാഷ്ട്രീയ പാർട്ടിയിലായാലും വീട്ടിലായാലും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ചർച്ച ചെയ്യാൻ ശക്തിയുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ ഗൗരവത്തോടു കൂടി കാഴ്ചപ്പാടുകൂടി, അതുകൊണ്ടാണ് എല്ലാത്തിനെയും സമന്വയിപ്പിക്കാനുള്ള ശക്തി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഈ കൊല്ലം, ആലപ്പുഴ പോലെയുള്ള മേഖലകളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ വോട്ടുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് 22% ഈഴവ വോട്ടുകളും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനം അടക്കമുള്ള SNDP നേതാക്കന്മാരൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ബി ജെ പിയോടൊരു വല്ലാത്ത അനുഭാവം ഈഴവ സമുദായത്തിൽ നിന്ന് പ്രധാനമായി ഉണ്ടാകുന്നതെന്നാണ് കരുതുന്നത്? കേരളത്തിൽ ഈഴവ സമുദായം മാത്രമല്ല, ഈഴവ സമുദായത്തിൽ ഉള്ള വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല നിലയ്ക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ സമൂഹത്തോട്, നമ്മുടെ ഈ പിന്നോക്ക സമൂഹത്തോട് ഈ മുന്നണികൾ കാണിക്കുന്ന വലിയ അവഗണനയുണ്ട്. കാരണം നമ്മൾ കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ ചില കേന്ദ്രങ്ങളിലേക്ക് അത് ഒരു പരിധിക്കപ്പുറത്ത് സഹായമെത്തുകയും ഭൂരിപക്ഷ സമൂഹത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായം മാത്രമല്ല, ഒരു ഭൂരിപക്ഷ സമൂഹത്തിലെ എല്ലാ സമുദായങ്ങളും, കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയോട് ചില പ്രദേശങ്ങളിൽ ചില സമുദായങ്ങളിൽ സ്നേഹം കാണിക്കുമ്പോൾ അല്ല അടുപ്പം കാണിപ്പിക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾ അതിനെ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടെങ്കിൽ, ഭൂരിപക്ഷ സമൂഹത്തിലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കാൻ തയ്യാറായി. ആലപ്പുഴയിലെ ഓരോ ബൂത്തുകൾ പരിശോധിച്ചാൽ അറിയാം. അത് കേവലം ഒരു സമുദായം മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ, നായർ, ധീവര, ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമൂഹം, വിശ്വകർമ്മ സമൂഹം അടക്കം എല്ലാ സമൂഹം, പട്ടികജാതി സമൂഹം നമ്മൾ പരിശോധിക്കണം. ഓരോ ബൂത്തുകളെ സംബന്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരും ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ചില സമയങ്ങളിൽ ചില തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എല്ലാ സമൂഹവും, അത് ചില തീവ്രവാദ ശക്തികൾ ഒഴിച്ച് എല്ലാ സമൂഹവും ഭാരതീയ ജനതാ പാർട്ടിയോടും ദേശീയ ജനാധിപത്യ സഖ്യത്തോടും വലിയ അടുപ്പം കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ നമ്മൾ ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയൊരു കാര്യം, RSS തൻ്റെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല, RSSൻ്റെ യാതൊരു പിന്തുണയും തനിക്ക് മണ്ഡലങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നും, ഒപ്പം RSSൻ്റെ ഒരു വലിയ സംഘം ആറ്റിങ്ങൽ വി മുരളീധരന് അനുകൂലമായ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്, RSSന് പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അങ്ങനെ ഒരു ആരോപണം ശോഭ ചേച്ചി ഉന്നയിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതിനകത്ത് അങ്ങനെ ഒന്നും പറയാൻ കഴിയത്തില്ല. കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കൃത്യമായ നിലപാടുണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അത് ഈ രാജ്യത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ശക്തി, അതായത് ഭാരതത്തെ ലോക ഗുരുസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ശക്തി തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളത്, അതിനകത്തൊന്നും സംശയമൊന്നുമില്ല. അപ്പോൾ ആ നിലപാടല്ലാതെ സംഘം ആ തരത്തിന് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആരും അഭിപ്രായപ്പെട്ടതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതിനകത്തൊരു അടിസ്ഥാനമില്ല. സ്വാഭാവികമായും കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു, പക്ഷേ മികച്ച മുന്നേറ്റമൊന്നും കൈവരിക്കാൻ സാധിക്കുന്നില്ല. കുറഞ്ഞ വോട്ടിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് ദേശീയ തലത്തിൽ കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് മത്സരിക്കുന്ന എല്ലായിടത്തും മികച്ച വിജയം കൈവരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നൊരാവശ്യം ഉടലെടുക്കുന്നതായി ചില വാർത്തകളുണ്ട്. എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ പറ്റി ചർച്ച നടത്തുന്നതൊക്കെ അത് ദേശീയ നേതൃത്വത്തിൻ്റെയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ചുമതലയാണ്. അതിനകത്തൊന്നും ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് അഭിപ്രായം പറയാൻ സാധ്യമല്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻജി അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ച് ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് ദേശീയ നേതൃത്വമാണ്
അവിടെ അദ്ദേഹം മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. കേരളത്തിലെ എല്ലാ 20 ലോക്സഭാ മണ്ഡലത്തിലും ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ദേശീയ നേതൃത്വമാണ്. അത് പാർലമെൻ്ററി പാർട്ടി ബോർഡാണ്. അതിന് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ പറ്റും എന്നല്ലാതെ അതിനപ്പുറത്തൊന്നും സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ BJP ഘടകത്തിനോ ഒന്നും അധികാരമില്ല. അങ്ങനെയല്ല നമ്മുടെ കീഴ്വഴക്കം. അപ്പോൾ പാർട്ടി ദേശീയ നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. എൻ്റെ പരിമിതമായ അറിവിൽ കെ സുരേന്ദ്രൻജി അവിടെ മത്സരിക്കാനും തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ നേതൃത്വം തന്നെയാണ്. അദ്ദേഹം ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം തന്നെയാണ്. അത് അവിടുത്തെ BJPയുടെ ശക്തിക്കനുസരിച്ച് വലിയ വർധനമാണ് വോട്ടിൽ വരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നേരിട്ടിട്ടുള്ളത്. ആ നേരിട്ട സമയത്തും കേരളത്തിൽ വലിയ മുന്നേറ്റമാണ്. അതിലെല്ലാ നേതാക്കന്മാർക്കും, പാർട്ടിയുടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. ഒരു തരത്തിലുള്ള BJPയുടെ നേതൃത്വത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒന്നിച്ച് നിന്ന് പോരാടിയിട്ടുള്ള ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അതിൻ്റെ നേട്ടവും ഉജ്ജ്വലമായ മുന്നേറ്റവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒരു രാഷ്ട്രീയ സഖ്യം എന്ന നിലയ്ക്ക് ദേശീയ ജനാധിപത്യ സഖ്യം നടത്തിയിട്ടുള്ള പ്രകടനവും വളരെ ഗംഭീരമാണ് എല്ലാ സ്ഥലത്തും. അതാണ് ഈ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിലൊന്നും അഭിപ്രായം പറയേണ്ട. അതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ വെറുതെ ചർച്ച ചെയ്യുന്ന ഒരു കാരണം ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പേരും നാളെ വേറെ പേരും, ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ആർക്കാണ് യോഗ്യത ഇല്ലാത്തത്? ശോഭാ സുരേന്ദ്രൻ എന്നല്ല, കേരളത്തിൽ നിരവധി നേതാക്കന്മാർ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായ യോഗ്യതയുള്ളവരുണ്ട്. അവരെയൊക്കെ പാർട്ടി അതാത് സമയത്ത് കൃത്യമായി പരിഗണിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും ഈ സമയത്ത് പ്രാധാന്യമില്ല. അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാനത്തിലെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരും ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. അതിൽ അഭിപ്രായം പറയാൻ ശക്തിയുള്ള നിരവധി ഘടകങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് ആ ദേശീയ നേതൃത്വമാണ് ആ കാര്യം തീരുമാനിക്കുന്നത്. അതിലിപ്പോൾ ഒരു ചർച്ചയുടെ ഒന്നും ഒരു കാര്യമില്ല. അതൊക്കെ മാധ്യമങ്ങൾ കാരണം BJP ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം നേടിയ സമയമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള ആ നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കാൻ, അതിൻ്റെ നേട്ടത്തെ കുറച്ച് കാണിക്കാൻ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള കേരളത്തിലെ ജനതയുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. വികസനത്തിൻ്റെ പാതയിൽ പോകുവാൻ തന്നെയാണ് കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ജനങ്ങൾ BJPയെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതിൻ്റെ വിജയം തന്നെയാണ് ആലപ്പുഴ അടക്കമുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലുമുള്ള BJPയുടെ മുന്നേറ്റത്തിൻ്റെ കാരണമെന്നാണ് ആലപ്പുഴ BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ പറയുന്നത്.